ഹായ് ഫ്രണ്ട്സ്, മലപ്പുറം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആദ്യ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ ഒരു സബ് ഫുൾ കംപ്ലൈൻ്റ് ആയി നിൽക്കുകയാണ്. ഈ സബ് ഒരുപാട് DJ ഒക്കെ വെച്ച് ഉപയോഗിച്ചിരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് യൂസ് ചെയ്ത സബ്ബായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സബിൻ്റെ ഓരോ പാർട്സുകളായിട്ട് പെട്ടെന്ന് തന്നെ ഊരിയെടുത്തതിന് ശേഷം ഈ സബ് ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ അത് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തു. പക്ഷെ നമ്മൾക്ക് ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു. ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ സബ് സോൾഡർ ചെയ്യാൻ മറന്നു പോയപ്പോൾ ഞങ്ങളിത് ഫിറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ശബ്ദം തീരെ പുറകെ. അപ്പോൾ നമ്മൾ ഒന്ന് ഈ സബ് ഊരിയതിന് ശേഷം സോൾഡർ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ പാട്ടൊക്കെ ഇട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോർഡ് ഇപ്പം നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാറ്ററിക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായപ്പോൾ നമ്മൾ നേരെ സോൾഡർ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലൊരു പ്യൂറായി. അപ്പോൾ ഇതിൻ്റെ ഈ വൈറ്റ് ഇത് സ്പീക്കറിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ ഈ 4 സ്പീക്കറിൻ്റെ ഇത് ചെയ്തതിന് ശേഷം കണ്ടോ, അതിൻ്റെ അതുമായി കണക്ട് ചെയ്യാനുള്ള ക്ലിപ്പാണിത്. നമ്മൾ ഇത് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വയേഴ്സ് കാര്യങ്ങൾ പ്യൂറാക്കി. ഇത് ഷോർട്ടായി കഴിഞ്ഞാൽ പിന്നെ കത്തിപ്പോവും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ടുക്കാം. അങ്ങനെ കേസ് നമ്മളിത് ഫുള്ള് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓരോ വയറുകളും സോൾഡർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വയർ തമ്മിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഒന്ന് സോൾഡറിങ്ങുമാണ്. അതിൻ്റെ ലെഫ്റ്റ് ആ ഗ്രീൻ ഇതാ നിങ്ങൾ ശരിക്കും നോക്കി കാണാം, ആ ഓളിൽ കൂടെ ചുരുട്ടിയിട്ട് കേട്ടെ. അപ്പോൾ അത് ഊരിയതിന് ശേഷം അതും സോൾഡറുമായി കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ ഈ 4 സ്പീക്കറുകൾ എന്ത് ചെയ്യുക, സോൾഡർ ചെയ്യാം കേട്ടോ. സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓളിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പീക്കർ കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓരോ സബുകളും ഈ 4 സൈഡിലായിട്ട്, ഇപ്പോൾ നമ്മൾ നേരത്തെ സോൾഡർ ചെയ്തെടുത്തത് ആ സബുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനുള്ള കൂടെ വയേഴ്സ് ഇറക്കിയതിന് ശേഷം നമ്മൾ 4 സബുകളും 4 ഭാഗത്തായി ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 4 സ്പീക്കറുകളും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ വയേഴ്സ് തമ്മിൽ നമ്മളെ ആ ബോർഡുമ്മൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പാട്ട് അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് NR-EN12 പറഞ്ഞ ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡാണ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വയേഴ്സ് തമ്മിൽ പെട്ടെന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ബോർഡുകൾ ഒട്ടിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ സബുകളും കണക്റ്റാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ പ്യൂർ സൗണ്ട് നമുക്ക് പ്യൂറായിട്ട് വർക്ക് ചെയ്യേണ്ട ശബ്ദം കേൾപ്പിച്ച് കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഇത് കേൾപ്പിച്ച് തരാം. അപ്പോൾ നമ്മൾ സബിൻ്റെ പണി ഇനി നമുക്ക് ഇതിൻ്റെ മേൽഭാഗത്ത് വരുന്ന സംഭവങ്ങളൊന്ന് പെട്ടെന്ന് ഫിക്സ് ചെയ്ത് പിടിപ്പിക്കാം.